കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായതിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് സംബന്ധിച്ച് സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി സർവകലാശാല രജിസ്ട്രാർ. ഉത്തരക്കടലാസുകൾ നഷ്ടമാക്കിയ അധ്യാപകരെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. 1-ാം തീയതി അടിയന്തര യോഗം വിളിച്ചു വൈസ് ചാൻസലർ. 2022-24 ബാച്ചിലെ MBA വിദ്യാർത്ഥികളുടെ 3-ാം സെമസ്റ്റർ പരീക്ഷ. സെമസ്റ്റർ പരീക്ഷകളും ഡിസംബറിൽ വൈവയും പൂർത്തിയാക്കി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരുന്ന 71 വിദ്യാർത്ഥികൾ. യാതൊരു വിശദീകരണവും മുന്നറിയിപ്പുമില്ലാതെയാണ് 2024 മെയ് 30-ന് എഴുതിയ ഫിനാൻസ് സ്ട്രീം പരീക്ഷ അടുത്ത മാസം 7-ാം തീയതി വീണ്ടും എഴുതണമെന്ന മെയിൽ ലഭിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നാട്ടിൽ ജോലി കിട്ടാതെ പലരും വിജയമുറപ്പിച്ച് വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോയി കഴിഞ്ഞു. പുനഃപരീക്ഷയ്ക്ക് മാനസികമായി തയ്യാറല്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മെയിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എക്സാം നമ്മൾ ഇനി ഒന്നും കൂടെ എഴുതണമെന്ന് പറഞ്ഞ രീതിയിലാണ് വന്നേക്കുന്നത്. നമ്മൾ ആ എക്സാം നേരത്തെ എഴുതിയിട്ടുള്ളതാണ്, 1 വർഷം മുമ്പ് ആ എക്സാം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ആ എക്സാം ഇനി നമ്മൾ ഒന്നേനെ എഴുതണമെന്നാണ് ഇപ്പൊ വന്നേക്കുന്നത്. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മെയിലും ഇല്ല. പക്ഷെ നമ്മള് സ്റ്റുഡൻസ് കുറച്ചൊരു അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഏതോ ഒരു സാറിന്റെ കയ്യിൽ നിന്ന് പോയതാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ എക്സാം എഴുതാൻ മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടും ഉണ്ടല്ലേ? മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ട് സ്പെഷ്യൽ എക്സാം എഴുതാൻ. പാലക്കാട് നിന്നുള്ള യാത്രക്കിടെ ബൈക്കിൽ വരുമ്പോൾ ഉത്തരക്കടലാസുകൾ എവിടെയോ നഷ്ടമായെന്നാണ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം. അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. അധ്യാപകന്റെ വീഴ്ച മൂടിവെക്കാനാണ് സർവകലാശാല ആദ്യം ശ്രമിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതിനിടെ വൈസ് ചാൻസലർ പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം 1-ാം തീയതി വിളിച്ചു. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് KUVC മോഹൻ കുന്നുമ്മൽ അറിയിച്ചു. വിഷയത്തിൽ രജിസ്ട്രാർ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സംഭവം ആസൂത്രിതമാണോ എന്ന് സംശയമുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. അധ്യാപകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അതുമാത്രമല്ല, അദ്ദേഹത്തിന് പോലീസ് നടപടികൾക്കും വിധേയമാകേണ്ടി വരും. തീർച്ചയായും അത് പോലീസ് അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം തുടർ നടപടികളെ കുറിച്ച് ചിന്തിക്കും. ഇത് വളരെ ഗൗരവപൂർണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഗുരുതരമായ ഉത്തരവാദിത്ത രാഹിത്യമാണ് ആ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം വിഷയമേറ്റെടുത്ത് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. KSUവും ABVPയും കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർക്കും VCക്കും പരാതി നൽകി. കേരള സർവകലാശാലയിലേക്ക് SFI പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.